ഗുരുതരമായ വൃക്കരോഗം ബാധിച്ച് ജീവിതത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് മലപ്പുറം മാറഞ്ചേരി സ്വദേശി സക്കീർ. തന്റെ അസുഖത്തേക്കാൾ നിർധന കുടുംബത്തിന്റെ അവസ്ഥയെ ഓർത്ത് നെടുവീർപ്പിടുകയാണ് ഈ ചെറുപ്പക്കാരൻ. നന്മകൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ലാത്ത മനസ്സുകളിലാണ് സക്കീറിന്റെ ഇനിയുള്ള പ്രതീക്ഷകൾ മുഴുവൻ. ഇരു വൃക്കകളും പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ദുരിതക്കയത്തിലാണ് മലപ്പുറം മാറഞ്ചേരി വടമുക്ക് സ്വദേശി സക്കീർ. 13 വർഷമായി ദോഹ അൽറഫ പോളിക്ലിനിക്കിൽ ജോലി നോക്കിയിരുന്ന സക്കീർ ഇന്ന് ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. 1998 സക്കീറിന് ആദ്യമായി അസുഖം ബാധിച്ചത്. ഒരു വൃക്കയുടെ പ്രവർത്തനം പൂർണ്ണമായും തകരാറിലാവുകയായിരുന്നു. തുടർന്ന് പിതാവ് ഹുസൈൻ തൻ്റെ ഒരു വൃക്ക നൽകിയാണ് മകനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. എന്നാൽ 2002 ചിക്കൻ ബോക്സ് പിടിപെട്ടതോടെ മാറ്റിവെച്ച വൃക്കയുടെ പ്രവർത്തനം വീണ്ടും നിലച്ചു. തുടർന്ന് ഇങ്ങോട്ട് ഒരു വൃക്കയുടെ കാരുണ്യത്തിലാണ് സക്കീർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ദോഹ അൽറഫ പോളിക്ലിനിക്കിൽ ജോലി ചെയ്തു വരികയായിരുന്ന സക്കീറിനെ പരീക്ഷിച്ചുകൊണ്ട് രണ്ടാമത്തെ വൃക്കയ്ക്കും രോഗം ബാധിച്ചു. ഇരു വൃക്കകളും തകരാറിലായതോടെ കഴിഞ്ഞ വർഷം ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. ആഴ്ചയിൽ 3 ഡയാലിസിസ് നടത്തിയാണ് സക്കീറിൻ്റെ ജീവൻ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. ഫഹദ് ബിൻ ജാസിം അൽത്താനി കിഡ്നി സെൻറ്ററിലായിരുന്നു കഴിഞ്ഞ 1 വർഷമായി സൗജന്യ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണവും കണ്ടു തുടങ്ങിയിരിക്കുന്നു. അസുഖത്തിൻ്റെയും മരുന്നിൻ്റെയും കാഠിന്യം കാലുകളെ തളർത്തിക്കളഞ്ഞു. നാട്ടിൽ പോയി തൻ്റെ മാതാപിതാക്കൾക്കും ഭാര്യയോടും ഏകമകൾ ഫർസാനക്കുമൊപ്പം ഇനിയുള്ള നാളുകൾ കഴിയണമെന്ന ആഗ്രഹമാണ് സക്കീറിന്. നാട്ടിലെത്തിയാലുള്ള ഭീമമായ ചികിത്സാ ചെലവാണ് അദ്ദേഹത്തെ വ്യാകുലപ്പെടുത്തുന്നത്. പ്രവാസ ലോകത്ത് എത്തിപ്പെടുമ്പോഴുണ്ടായിരുന്ന പ്രതീക്ഷകളൊക്കെ മാരകമായ അസുഖം കവർന്നെടുത്തെങ്കിലും തോറ്റു പിന്മാറാൻ സക്കീർ തയ്യാറായിട്ടില്ല. എതിരാളി തന്നെക്കാൾ ശക്തനാണെന്നറിയാമെങ്കിലും ഉറച്ച മനസാന്നിധ്യത്താൽ അസുഖത്തെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. പക്ഷേ സാമ്പത്തിക പരാധീനതകളും നിർധന കുടുംബത്തിൻ്റെ കഷ്ടപ്പാടും സക്കീറിൻ്റെ മനോധൈര്യത്തെ ചോർത്തുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലവരായ സഹോദരങ്ങളുടെ സഹായമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സക്കീർ. അതുണ്ടായാൽ ഒരുപക്ഷെ ഈ മഹാരോഗത്തെ പരാജയപ്പെടുത്തി പഴയ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിച്ചേക്കും. സക്കീറിൻ്റെ ചികിത്സയ്ക്കായി ഒരു സഹായ കമ്മിറ്റിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് ദോഹയിലെ മാറഞ്ചേരി നിവാസികൾ. സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ 5520860066433617 എന്ന നമ്പറിലോ ബന്ധപ്പെടണം.